കാട്ടാനക്കലി. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഞാറക്കോട് സ്വദേശിയായ 61-കാരൻ കുമാരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇന്ന് പുലർച്ചെ 3:30 വീണ്ടും പാലക്കാട് ഒരു കാട്ടാന ആക്രമണത്തിൽ 61-കാരന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മുണ്ടൂർ ഞാറക്കോട് സ്വദേശിയായ കുമാരനാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. ഈ കുമാരൻ പുലർച്ചെ ഈ 3:30 സമയത്ത് മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. വീട്ടിൽ നിന്നും വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് വീട്ടുമുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിൽ കുമാരന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ ഈ കുമാരനെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അപ്പോൾ തന്നെ ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തന്നെ കാട്ടാന വൈകിട്ട് മുതൽ തന്നെ, അതായത് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ മേഖലയിൽ, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വനംവകുപ്പ് RRT ഒക്കെ എത്തി അതിനെ പടക്കം പൊട്ടിച്ച് കാട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ ആന കാട് കയറിപ്പോയി പിന്നീട് വീണ്ടും തിരികെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ മുണ്ടൂരിൽ തന്നെ കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതിയാണ് ഒരു അമ്മയും മകനും അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടാന ആക്രമണത്തിൽ ആ മകന് ജീവൻ നഷ്ടമായത്. അലൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു അന്ന് ജീവൻ നഷ്ടമായത്. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഹർത്താലും ഒക്കെ ഈ മുണ്ടൂർ മേഖലയിൽ നടന്നതാണ്. ഏതായാലും അതിനുശേഷം അവിടെ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചതാണ്. പക്ഷേ പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. മുണ്ടൂർ ഞാറക്കോട് സ്വദേശിയായ കുമാരൻ എന്ന 61-കാരനാണ് ഇന്ന് പുലർച്ചെ 3:30 കാട്ടാന ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം വീട്ടുമുറ്റത്ത് തന്നെയാണുള്ളത്. ഈ ഉന്നത അധികാരികളും മറ്റും എത്താതെ ഈ മൃതദേഹം എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഈ കാട്ടാനയും ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അരുൺ, പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. ഇതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ലേ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് തന്നെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇന്നലെ വൈകിട്ട് തന്നെ ഈ പ്രദേശത്തെ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിലൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം അവിടെ എത്തുകയുണ്ടായി. RRT സംഘം ഈ ആനയെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഇന്നും ഈ പുലർച്ചെ സമയത്തും RRT സംഘം മറ്റൊരു ഭാഗത്ത്, ഈ മുണ്ടൂരിലെ തന്നെ മറ്റൊരു ഭാഗത്ത് അവർ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കുമാരൻ്റെ വീട്ടിലെ മുറ്റത്തേക്ക് ആന എത്തി കുമാരനെ ഈ പുലർച്ചെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയ 61-കാരനെ ആന കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ കുമാരൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഈ മൃതദേഹം മറ്റ് നടപടികൾക്കായി, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് നാട്ടുകാരുള്ളത്. ഉന്നത അധികാരികൾ എത്തി ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ആളുകളുടെ ജീവൻ പൊലിയുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പരിഹാരം ഉണ്ടാവണം, മനുഷ്യജീവന് വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ വളരെ രോക്ഷാകുലരായിട്ട് ഈ വീട്ടുമുറ്റത്തും മറ്റും നിൽക്കുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയുടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, പാലക്കാട് ജില്ലയുടെ വിവിധ മലയോര മേഖലകളിൽ, അത് നെല്ലിയാമ്പതി ആണെങ്കിലും മംഗലം ഡാം ആണെങ്കിലും വാളയാറ് കഞ്ചിക്കോട് മേഖലയാണെങ്കിലും അട്ടപ്പാടി ആണെങ്കിലും മുണ്ടൂരാണെങ്കിലും കല്ലടിക്കോടാണെങ്കിലും കൊല്ലങ്കോടാണെങ്കിലും അങ്ങനെ മലയോര മേഖലകളിലൊക്കെ ഇങ്ങനെ കാട്ടാനിയും കാട്ടുപന്നിയും അതുപോലെ തന്നെ പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്നത് തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ വേനൽ കടുക്കുമ്പോഴാണ് ജനവാസ മേഖലയിലേക്ക് ഈ വന്യജീവികൾ എത്താറ്. ഇതിപ്പോൾ വേനലൊക്കെ മാറി മഴ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ നിന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം മനുഷ്യജീവന് വലിയ രീതിയിലുള്ള ആപത്തുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ജില്ലയിൽ പൊതുവെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 2 മാസത്തിനിടയ്ക്ക് വീണ്ടും ഒരു ജീവൻ കൂടി മുണ്ടൂർ മേഖലയിൽ നിന്ന് തന്നെ കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്ന ഒരു സ്ഥിതി, വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏപ്രിൽ 6-നാണ് ഒരു അമ്മയും മകനും സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് അലൻ എന്ന 26-കാരനായിരുന്നു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ അതേ പ്രദേശത്ത് തന്നെ, ആ അലൻ്റെ വീടിന് കുറച്ച് സമീപത്ത് തന്നെയായിട്ടാണ് ഞാറക്കോട്, മുണ്ടൂരിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്താണ് ഞാറക്കോട് എന്ന പ്രദേശം. അവിടെയാണ് ഈ 61-കാരനായ കുമാരനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടന്ന്
പുലർച്ചെ മൂത്രം ഒഴിക്കാൻ വേണ്ടി എണിച്ചതാണ്. ആ സമയത്ത് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ആന വന്ന് ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയും ആ കാട്ടാന ആക്രമണത്തിൽ കുമാരന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അരുണാലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. ഞാറക്കോട് സ്വദേശിയായ 61-കാരൻ കുമാരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 വീട്ടുമുറ്റത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്.